ഹായ് ഡിയർ വൺസ്, എല്ലാവർക്കും ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. VHSE പരീക്ഷകൾ അടുത്തെത്തി തുടങ്ങി. കെമിസ്ട്രി എക്സാമോട് കൂടി തന്നെ VHSE പരീക്ഷകൾ ആരംഭിക്കുകയാണ്. ഈ 2023 VHSE പരീക്ഷയ്ക്ക് നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് മേഖലയിൽ നിങ്ങൾ എന്തൊക്കെ നോക്കിയിട്ട് പോകണം? അതായത് നമുക്ക് ഏകദേശം 10 മാർക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്ന ഒരു മേഖലയാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡും. വളരെ കുറച്ച് കണ്ടന്റുകൾ വളരെ കൃത്യതയോടുകൂടി പഠിച്ചാൽ നിങ്ങൾക്ക് ഈ 10 മാർക്കും നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാവുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. HSST പരീക്ഷ എഴുതിയപ്പോൾ നമ്മൾ നേരിട്ട കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ വിചാരിച്ചു പോയ രീതിക്ക് ആയിരുന്നില്ല ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് HSST പരീക്ഷയിൽ ചോദിച്ചത്. വല്ലാതെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന രീതിക്കായിരുന്നു ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെയും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലെയും ക്വസ്റ്റ്യൻസ് വന്നത്. അതിന് കാരണമെന്ന് പറയുന്നത് നമ്മൾ വളരെ ഈസി ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഒരു മിനിമൽ ക്യാരക്ടറിസ്റ്റിക്സും മിനിമൽ ഫീച്ചേഴ്സും ചോദിക്കും എന്നുള്ള നമ്മളുടെ ഒരു മുൻവിധി ആണ് നമ്മളെ അതിൽ പെടുത്തി കളഞ്ഞത്. അപ്പൊ നമുക്ക് ഈ പ്രാവശ്യം മുൻവിധികളൊന്നും വേണ്ട, നമുക്ക് ഡീപ്പായിട്ടും സർഫസ് ലെവലിലും ഈസി ആയിട്ടും കുറേ കാര്യങ്ങൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട് നോക്കിയിട്ട് പോകാം വീഡിയോയിലേക്ക്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന് 5 മാർക്കാണ്. അതില് സിലബസ് പ്രകാരം ടീച്ചിങ്ങിന്റെ നേച്ചർ, ഒബ്ജക്റ്റീവ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ബേസിക് റിക്വയർമെന്റ്സ്. നമുക്കറിയാം, നെറ്റ് പരീക്ഷ എഴുതുമ്പോഴും സെറ്റ് പരീക്ഷ എഴുതുമ്പോഴും KTET എഴുതുമ്പോഴും ഒക്കെ പെഡഗോജിക്കൽ സെക്ഷൻസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പൊ തീർച്ചയായും അധ്യാപകരാകാനുള്ള ഒരു യോഗ്യതാ പരീക്ഷയാണിത്. നമുക്കൊരു ജോലിയിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുകയാണ്. അപ്പൊ ഉറപ്പായിട്ടും നമ്മളുടെ ഒരു ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ലെവല് വളരെ കൃത്യമായിട്ട് തന്നെ PSE ചെക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്കറിയാം എന്താണ് ടീച്ചിങ് എന്നാൽ. നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് പോകാണ്ട് ഇൻഡെപ്ത് ആയിട്ട്, അതായത് നമ്മൾ കുറച്ചും കൂടെ ലോജിക്കൽ തിങ്കിങ്ങിലേക്ക് ഇറങ്ങി ചെല്ലണം. അപ്പൊ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഉത്തരങ്ങൾ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ടീച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഷെയറിങ് നോളജ് ആൻഡ് എക്സ്പീരിയൻസ്. അതുപോലെ നമ്മൾ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് വളരെ ഡിസിപ്ലിൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ടീച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ഒരു വ്യക്തിയുടെ സൈക്കോളജിക്കൽ ഇന്റലക്ച്വൽ ഗ്രോത്തിന് കാരണമാകുന്ന ഒന്ന് തന്നെയാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ടീച്ചിങ് ശരിക്കും വളരെ മീനിങ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. ടീച്ചിങ് 2 ടൈപ്പ് ഉണ്ട്, ബേസിക്കലി കുറേ ടൈപ്പ് ഉണ്ട്. പക്ഷെ നമുക്ക് പ്രധാനമായിട്ട് നമുക്കുള്ളത് ഒരു ഇൻസ്ട്രക്ടർ സെന്റേർഡ് ടീച്ചിങ് ആക്ടിവിറ്റിയും ഒരു ലേണർ സെന്റേർഡ് ടീച്ചിങ് ആക്ടിവിറ്റിയും ഉണ്ട്. ഇൻസ്ട്രക്ടർ സെന്റേർഡ് ആണെങ്കിൽ ഇവിടെ ടീച്ചർ എന്ന് പറയുന്നത് ഒരു നോളജ് ട്രാൻസ്മിറ്റർ ആയിട്ട് മാറുകയും റെസിപ്പിയൻസ് ആയിട്ട്, ഒരു പാസീവ് റെസിപ്പിയൻസ് ആയിട്ട് കുട്ടികൾ മാറുന്ന രീതിയാണ്. എന്നാൽ ഒരു ലേണർ സെന്റേർഡ് ആണെങ്കിൽ ടീച്ചർ ഒരു ഇൻസ്ട്രക്ടർ ആയിട്ട് നിന്നുകൊണ്ട് മാക്സിമം കുട്ടികളെ എൻകറേജ് ചെയ്ത് കുട്ടികളെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാത്രമായി ടീച്ചർ ഒതുങ്ങുന്ന രീതിയാണ് ലേണർ സെന്റേർഡ് ആക്ടിവിറ്റി. നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടീച്ചിങ്. കുട്ടികൾക്ക് വേണ്ട ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുക, ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക, കുട്ടികളും ടീച്ചറും തമ്മിലുള്ള ഇന്ററാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുക, ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ അവർക്ക് നോളജ് എത്തിക്കുക. അതേപോലെ ഡിഫറെന്റ് ടോപ്പിക്സ്, സയൻസ്, ന്യൂ മെത്തേഡ്സ്, ന്യൂ ഫാക്ട്സ് കാര്യങ്ങളൊക്കെ കുട്ടികളിലേക്ക് എത്തിക്കുക. പഠിക്കാനായിട്ട് കുട്ടികളെ മാക്സിമം എൻകറേജ് ചെയ്യുക. അവർക്ക് ഫോർമൽ ആസ് വെൽ ആസ് ഇൻഫോർമൽ കൈൻഡ് ഓഫ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. ടീച്ചറും സ്റ്റുഡൻറ്റും തമ്മിലുള്ള ഒരു റാപ്പോ മെയിൻറ്റെയിൻ ചെയ്യുക. ക്ലാസ്സിലെ പരസ്പരം കുട്ടികൾ തമ്മിലുള്ള ഒരു റാപ്പോ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ അവരൊരു നല്ല സോഷ്യൽ ബീയിങ് ആയിട്ട് എൻവയോൺമെന്റിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിക്ക് നല്ല ഒരു സൊസൈറ്റിയിലേക്ക് അവരെ നമ്മൾ ഇറക്കി വിടുക. ഇത്രയും ഒരു ജോലിയാണ് ഒരു ടീച്ചർ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാം തന്നെ ടീച്ചിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആയിട്ട് മാറുകയും ചെയ്യും. പിന്നെ ടീച്ചിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് വരുന്നത് ക്രിട്ടിക്കൽ ആൻഡ് ലോജിക്കൽ തിങ്കിങ്. അതായത് ഒരു കുട്ടി ഒരിക്കലും പാസീവ് ആയിട്ട് ഇരുന്നിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എല്ലാം അപ്പാടെ അവനങ്ങ് അക്സെപ്റ്റ് ചെയ്യാണ്ട് വൈ ഓർ വാട്ട്, ഹൗ എന്നുള്ള കുറച്ച് ക്രിട്ടിക്കൽ ആൻഡ് ലോജിക്കൽ കപ്പാസിറ്റീസ് കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യണം. അതേപോലെ അവർക്ക് നല്ല നോളജ് കൊടുക്കണം, നല്ല അണ്ടർസ്റ്റാൻഡിങ് കപ്പാസിറ്റി ബിൽഡ് ചെയ്യണം. പ്രോപ്പർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സൊസൈറ്റി, ടുവേർഡ്സ് ദർ ഫ്രണ്ട്സ്, എൻവയോൺമെന്റ്, ടീച്ചേഴ്സ്, പേരൻസ്, എൽഡേഴ്സ്, അഡൽട്സ് എല്ലാവരിലേക്കും ഉള്ള നല്ല ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ സ്റ്റഡീസിൽ അവർക്ക് ഇൻട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണം.
പ്രാക്ടിക്കൽ സപ്പോർട്ട് അവർക്ക് കൊടുക്കണം. അഡ്ജസ്റ്റ്മെന്റ് സൊസൈറ്റിയിൽ അല്ലെങ്കിൽ അവരുടെ ക്ലാസ് റൂംസിലൊക്കെ അവർ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവരൊരു നല്ല സോഷ്യൽ ബീയിങ് ആയിട്ട് ഡെവലപ്പ് ചെയ്യണം. അതുപോലെ നല്ല വാല്യൂസ് ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യണം. ഒരു എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ബീയിങ് ആയിട്ട്, ഒരിക്കലും എൻവയോൺമെന്റ് നശിപ്പിക്കാണ്ട് എൻവയോൺമെന്റിനോടൊക്കെ ഏറ്റവും ഫ്രണ്ട്ലി ബീയിങ് ആയിട്ട് അവരെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. മൈക്രോ ടീച്ചിങ് നിങ്ങൾക്കറിയാം, ടീച്ചിങ്ങിന്റെ ഒരു ഭാഗമാണ്. നമ്മൾ ബിഫോർ ടീച്ചിങ്, നമ്മൾ ഇൻ സർവീസിലേക്ക് കയറുന്നതിന് മുമ്പ് നമ്മൾ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സ്കെയിൽ ഡൗൺ പ്രോസസ് ആണ് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. ഫസ്റ്റ് യു ഹാവ് ടു പ്ലാൻ, then you have to teach, then you have to collect the feedback കിട്ടിയതിനു ശേഷം എന്തൊക്കെയാണ് നമ്മുടെ പ്ലാനിങ്ങിൽ വന്ന മിസ്റ്റേക്ക്, അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു നമ്മുടെ സ്ട്രെങ്ത്, അതെല്ലാം അനുസരിച്ച് you have to replan it, reteach it, and you have to collect re-feedback. ഇത്രയും ആയാലാണ് നമ്മുടെ മൈക്രോ ടീച്ചിങ്ങിന്റെ സൈക്കിൾ കംപ്ലീറ്റ് ആകുന്നത്. ഇനി ഒരു ടീച്ചിങ്ങിന്റെ ബേസിക് റിക്വയർമെന്റ്സ്, ഓഫ് കോഴ്സ് ഒരു ടീച്ചിങ് പ്രോസസ് നടക്കണമെങ്കിൽ അവിടെ ഒരു ടീച്ചറിന്റെ പ്രസൻസ് വേണം, ഒരു സ്റ്റുഡന്റിന്റെ പ്രസൻസ് വേണം, ഒരു സബ്ജക്റ്റ് വേണം. ടീച്ചറിനും സ്റ്റുഡന്റിനും തമ്മിൽ ഇന്ററാക്ട് ചെയ്യാനായിട്ട് ഒരു സബ്ജക്റ്റ് വേണം. അതുപോലെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റും ഒരു പ്രോപ്പർ ഇൻഫ്രാസ്ട്രക്ചറും വേണം. പിന്നെ ഒരു സ്റ്റുഡന്റും ടീച്ചറും തമ്മിൽ നല്ലൊരു റാപ്പോ നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമാണ് ടീച്ചിങ് പ്രോസസ്സ് ഏറ്റവും ഭംഗിയായിട്ട് കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കുള്ളൂ. അതേപോലെ സ്റ്റുഡന്റ് ഡിസിപ്ലിനും ആവശ്യമാണ്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. എ ടീച്ചർ ക്യാൻ ബി സക്സസ്ഫുൾ ഇഫ് ഹി ഓർ ഷീ help students in becoming better citizens, impart subject knowledge to students, prepare students to pass the examination, present the subjects in a well organized manner. നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മളെ ശരിക്കും കുഴപ്പിക്കും. കാരണം ഒരു ലെവല് നമുക്ക് എ ആണോ ബി ആണോ സി ആണോ എന്ത് ഏതാ ശരിയെന്ന് നമുക്ക് സംശയിച്ചു പോകും. വെറുതെ കുട്ടികൾക്ക് അറിവ് കൊടുത്താൽ മതിയോ, അല്ലെങ്കിൽ എക്സാം പാസ്സാക്കിയാൽ മതിയോ, നമ്മൾ പഠിച്ചിട്ട് പോകുന്ന കുറെ കണ്ടന്റ് അവരുടെ ഉള്ളിലേക്ക് എത്തിച്ചാൽ മതിയോ? അല്ല, ഇത് എല്ലാം കൂടി നമ്മൾ അവരിലേക്ക് ഇമ്പാർട്ട് ചെയ്ത് അവരെ ഒരു ബെറ്റർ സിറ്റിസൺസ് ആയിട്ട്, നാളത്തെ അവകാശികളായിട്ട് നമ്മൾ അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. സോ എ ടീച്ചർ ക്യാൻ ബി സക്സസ്ഫുൾ ഇഫ് ഹി ഓർ ഷീ helps the students to become better citizens. Spare the road and spoil the child. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു പഴഞ്ചൊല്ലാണ്. Give the message that punishment in class should be banned. Punishment ക്ലാസ്സിൽ ബാൻ ചെയ്യണം. Corporal punishment is not acceptable. Undesirable behavior must be punished. Children should be beaten with rods. ശരിക്കും അത് ഉദ്ദേശിക്കുന്നത് അൺഡിസൈറബിൾ ബിഹേവിയർ മസ്റ്റ് ബി പണിഷ്ഡ്. നമ്മൾ ഒരിക്കലും കുട്ടീനെ അടിക്കാതിരിക്കുന്നത് കൊണ്ടോ വഴക്ക് പറയാതിരിക്കുന്നത് കൊണ്ടോ ശാസിക്കാതിരിക്കുന്നത് കൊണ്ടോ കുട്ടി നന്നാവണമെന്നില്ല. തെറ്റ് കാണുമ്പോൾ തെറ്റുകൾ തിരുത്തി വഴക്ക് പറഞ്ഞ് അടിക്കേണ്ടതാണെങ്കിൽ അടിച്ചും ശാസിച്ചും അവരെ ഡെവലപ്പ് ചെയ്ത് നമ്മൾ കൊണ്ടുവരണം. Good teacher must be resourceful and autocratic, resourceful and participative, resourceful and authoritative, resourceful and dominant. ഒരിക്കലും ഒരു ടീച്ചർ ഓട്ടോക്രാറ്റോ ഡൊമിനന്റോ അതോറിറ്റേറ്റീവോ ആയിട്ട് കാര്യമില്ല. ടീച്ചർ ഷുഡ് ബി resourceful and participant too. Which one of this following is a scaled down teaching situation? Macro teaching, team teaching, corporate teaching, micro teaching. Actually, that's correct answer is micro teaching. The most appropriate meaning of learning is acquisition of skills, modification of behavior, personal adjustment, inculcation of knowledge. Actually, ഒരു ലേണിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരിക. നമ്മൾ പറയില്ലേ പഠിച്ചതാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഒരു വിവേകം ഇല്ലാണ്ടാണ് പെരുമാറുന്നത്, അത് പറയിപ്പിക്കരുത്. അതൊരിക്കലും ഒരു ലേണിങ്ങിന്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മീനിങ് അല്ല. എന്നാൽ നമ്മൾ പഠിച്ചവർക്കും വെൽ റിഫൈൻഡ് ആയിട്ടുള്ള അവരുടെ ബിഹേവിയർ കാണുമ്പോഴും അവർ നമ്മൾ പറയില്ലേ നല്ല വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ നന്നായിട്ട് നല്ല റിഫൈൻഡ് ആണ് ആള്. That means in your behavior you have to reflect that. So the appropriate meaning of learning is modification of behavior. Dyslexia is associated with mental disorder, behavioral disorder, reading disorder, writing disorder. Reading disorder ആണ് dyslexia എന്ന് പറയുന്നത്. Writing disorder ആണെങ്കിൽ dysgraphia ആണ്. What are required for good teaching? Diagnosis, remedy, direction, feedback. ഏതാണ് വേണ്ടത്? നാലും ഒരു ഗുഡ് ടീച്ചിങ്ങിന് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. You have to diagnose what the problem of the students. Then you have to suggest the remedies for that. You have to give directions for that, and you have to collect feedback.
നാലും നമുക്ക് ആവശ്യമാണ്. ലേണർ ക്യാരക്ടറിസ്റ്റിക്സ്. ലേണേഴ്സ് നല്ല ഒരു വിദ്യാർത്ഥികളാണെങ്കിൽ അവർ എപ്പോഴും ഭയങ്കര ക്യൂരിയസ് ആയിട്ട് കാര്യങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അതുപോലെ അവർ റെക്കഗ്നൈസ് ചെയ്യുന്നത് നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട്, മോർ ദാൻ എ ഫൺ. അതുപോലെ അവര് ഫെയിലിയറിനെ ഭയക്കാണ്ട് അവർക്ക് എന്താ പറയുക, ഒരു തെറ്റ് പറ്റിയാൽ പോലും അതിനെ അവർ ബെനിഫിറ്റ് ആക്കി മാറ്റുന്നതായിരിക്കും ഒരു നല്ല ലേണറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. പിന്നെ ഗുഡ് ലേണേഴ്സ് എപ്പോഴും അവരുടേതായിട്ടുള്ള കുറേ അറിവുകൾ ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടേ ഇരിക്കും. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ടീച്ചിങ്. ടീച്ചിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. ടീച്ചറിന്റെ മെച്യൂരിറ്റി, ടീച്ചറിന്റെ ഏജ്, കുട്ടികളുടെ മെച്യൂരിറ്റി, കുട്ടികളുടെ ഏജ്, ടീച്ചർ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു മോട്ടിവേഷൻ, തിരിച്ച് കുട്ടികൾ ടീച്ചർ കൊടുക്കുന്ന ഒരു മോട്ടിവേഷൻ, ഒരു ഇന്റലക്ച്വൽ ലെവല്, മെന്റൽ എബിലിറ്റി, ഫിസിക്കൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, അതുപോലെ അറ്റൻഷൻ, ഇൻട്രസ്റ്റ്, എല്ലാം ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ടീച്ചിങ് ആണ്. എല്ലാം കൂടി നമ്മൾ ഒരു പെർഫെക്റ്റ് ആയിട്ട് വന്നാലാണ് നമുക്ക് ആ ഒരു എൻവയോൺമെന്റ് ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഒത്തിരി മെത്തേഡ് ഉണ്ട്. ലെക്ചർ മെത്തേഡ്, ലെക്ചർ ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്, ഡിസ്കഷൻ മെത്തേഡ്, അസൈൻമെന്റ് മെത്തേഡ്, പ്രൊജക്ട് മെത്തേഡ്, റോൾ പ്ലേ, ഓഡിയോ വിഷ്വൽ മെത്തേഡ്, ബ്ലെൻഡഡ് മെത്തേഡ്, അങ്ങനെ കുറേ മെത്തേഡ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ മെത്തേഡ്സിനെ കുറിച്ച് എല്ലാം തന്നെ ഒരു ഷോർട്ട് ആൻഡ് ബ്രീഫ് നോളജ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ടീച്ചിങ് എയ്ഡ്സ് നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. പിന്നെ ഇപ്പോഴത്തെ എക്സാം കുറച്ച് ഡിഫിക്കൽറ്റി ലെവൽ ആയത് കാരണം ഈസി വേ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഈ ഓഡിയോ വിഷ്വൽ എയ്ഡ്സിനെ കുറിച്ചും ടീച്ചിങ് എയ്ഡ്സിനെ കുറിച്ചും നിങ്ങൾക്കൊരു അറിവുണ്ടായിരിക്കണം. ടീച്ചിങ് എയ്ഡ്സ് 3 ടൈപ്പ് ഉണ്ട്. ഓഡിയോ എയ്ഡ്സ്, വിഷ്വൽ എയ്ഡ്സ്, ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്. ഓഡിയോ എയ്ഡ്സ് ആണെങ്കിൽ റേഡിയോ, ഗ്രാമഫോൺ, ലിങ്ക്വാഫോൺ, ടേപ്പ് റെക്കോർഡർ. വിഷ്വൽ എയ്ഡ്സ് ആണെങ്കിൽ ചാർട്ട്സ്, പിക്ചേഴ്സ്, മോഡൽസ്, മാപ്സ്, പ്രൊജക്ടേഴ്സ്. ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ആണെങ്കിൽ ടെലിവിഷൻ, ഡ്രാമ, സൗണ്ട്, മോഷൻ പിക്ചർ ഫിലിംസ് അല്ലെങ്കിൽ ടെലിഫിലിംസ് ഒക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ്. പിന്നെ ഉള്ളത് ഇവാലുവേഷൻ മെത്തേഡ് ആണ്. ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ ഉണ്ട്, ഫോർമേറ്റീവ് ഇവാലുവേഷൻ ഉണ്ട്, സമ്മേറ്റീവ് ഇവാലുവേഷൻ ഉണ്ട്. ഡയഗ്നോസ്റ്റിക് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഗ്രൂപ്പിന്റെയും നമ്മൾ ഡയഗ്നോസ് ചെയ്യും അവരുടെ പ്രോബ്ലം എന്താണെന്ന്. ഫോർമേറ്റീവ് ഇവാലുവേഷൻ ആണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ടൈമിലുള്ള ഇവാലുവേഷൻ നമ്മൾ നടത്തും. ഫസ്റ്റ് ടേം എക്സാമിനേഷൻ, സെക്കൻഡ് ടേം എക്സാമിനേഷൻ. സമ്മേറ്റീവ് ആണെങ്കിൽ ഒരു ഫൈനൽ ഇയർ എക്സാം പോലത്തെ ഒരു ഓവറോൾ അസസ്മെന്റ് ആയിരിക്കും സമ്മേറ്റീവിൽ നടത്തുക. ഈ നമ്മൾ കണ്ടതെല്ലാം തന്നെ നമ്മുടെ ഒരു ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ ബേസിക് അവയർനെസ് ആണ്. ഈ ബേസിക് അവയർനെസ്സിൽ നിന്നുകൊണ്ട് വേണം നിങ്ങൾ പരീക്ഷയ്ക്ക് പോയിട്ട് ആൻസേഴ്സ് കണ്ടെത്താനായിട്ട്. മെറ്റാ കോഗ്നിഷൻ ലേണിംഗ് എസ് ഡാഷ്. എന്താണ് മെറ്റാ കോഗ്നിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലേണിംഗ് ഹൗ ടു ലേൺ, കോഗ്നിഷൻസ് അബൌട്ട് കോഗ്നിഷൻസ്, റെഗുലേറ്റിംഗ് വൺസ് ഓൺ കോഗ്നിറ്റീവ് പവേഴ്സ്. ഫസ്റ്റ് 3 തന്നെയാണ്. ഫസ്റ്റ് ഓൾ ദ എബോവ് ആണ്. ഇതെല്ലാം അതിന്റെ ആൻസർ ആയിട്ട് വരും. Conducting an internal test to know the progress of learning is an example for dash. Assessment as learning, assessment for learning, assessment of learning, assessment in learning. ഇതാണ് ആൻസർ. Assessment for learning. എന്താണ് അസസ്മെന്റ് ഓഫ് ലേണിംഗ്? അസസ്മെന്റ് ഓഫ് ലേണിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് assessment of learning requires teacher to make judgments about students learning and to communicate to parents, other teachers and students themselves. Assessment of learning കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടീച്ചർ അവിടെ ഒരു ജഡ്ജ്മെന്റ് നടത്തുന്നത് സ്റ്റുഡന്റിനോടും പേരൻസിനോടും മറ്റു ടീച്ചേഴ്സിനോടും കുട്ടികളുടെ ഒരു ജഡ്ജ്മെന്റ് പറയാനായിട്ടാണ്. എന്നാൽ അസസ്മെന്റ് ഫോർ ലേണിംഗ് ആണെങ്കിൽ occurs when teacher uses inference about student progress to inform their teaching. അതായത് അവരുടെ ആ ഒരു ഇന്റേണലി ഉള്ള ആ ഒരു പ്രോഗ്രസ് അറിയാനായിട്ടാണ് അസസ്മെന്റ് ഫോർ ലേണിംഗ് ഉപയോഗിക്കുന്നത്. അസസ്മെന്റ് ആസ് ലേണിംഗ് ആണെങ്കിൽ occurs when student reflect on and monitor the process to inform their learning goals. അവരുടെ ലേണിംഗ് ഗോൾസ് അവരെ തന്നെ അറിയിക്കാനാണ് നമ്മൾ അസസ്മെന്റ് ആസ് ലേണിംഗ് ഉപയോഗിക്കുന്നത്. ഇനി എന്താണ് ആക്ഷൻ വേർബ് ഇൻ ലേണിംഗ് ഔട്ട്കം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അതായത് ഒബ്ജക്റ്റീവ്സ്, നമ്മൾ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുമല്ലോ,
ഇത് ഏറ്റവും സ്പെസിഫിക് ആയിട്ട് ഏറ്റവും മെഷറബിൾ ആയിട്ടുള്ള ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യാനാണ് നമ്മൾ ആക്ഷൻ വേർബ്സ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ റിമെമ്പർ ചെയ്യുക, അണ്ടർസ്റ്റാൻഡിങ്, അതുപോലെ റീകോൾ ചെയ്യുക, ഇൻഡിക്കേറ്റ് ചെയ്യുക, റിസൈറ്റ് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, ഇതേപോലെ കുറെ ലേണിംഗ് ഔട്ട്കംസ് ഉണ്ട്. അപ്പൊ ലേണിംഗ് പ്രോസസ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ആക്ഷൻ വെർബ് ഉപയോഗിക്കുന്നത്. ആൻഡ് ഓൾട്ടർനേറ്റീവ് കരിക്കുലം മോഡൽ put forward by a group of teachers dissatisfied with the existing curriculum. അത് എന്താണ്? ഡെമോൺസ്ട്രേഷൻ മോഡൽ ഓഫ് കരിക്കുലം ആണ്. ഈ ഡെമോൺസ്ട്രേഷൻ മോഡൽ ഓഫ് കരിക്കുലം ഡെവലപ്പ് ചെയ്തത് ടൈലർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഈ ഒരു കരിക്കുലം പ്രപ്പോസ് ചെയ്യുന്നത്. അതായത് ഈ കരിക്കുലം പ്രപ്പോസ് ചെയ്തത് ഡെവലപ്ഡ് ബൈ ദ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഇംപ്ലിമെന്റഡ് ബൈ ദ ടീച്ചർ ഇൻ ദ ക്ലാസ് റൂം. അതായത് നമുക്ക് ഉള്ള ഒരു കരിക്കുലത്തിൽ നമ്മൾ ഡിസാറ്റിസ്ഫൈഡ് ആയിട്ട് നമ്മൾ ഒരു എക്സിസ്റ്റിംഗ് കരിക്കുലത്തിന് ഒരു ഓൾട്ടർനേറ്റീവ് കരിക്കുലം കൊണ്ടുവരികയാണ്. അതാണ് ഡെമോൺസ്ട്രേഷൻ മോഡൽ ഓഫ് കരിക്കുലം എന്ന് പറയുന്നത്. ഇതല്ലാതെ കുറേ ടൈപ്സ് ഓഫ് കരിക്കുലം ഉണ്ട്. ഡെമോൺസ്ട്രേഷൻ കരിക്കുലം, അഡ്മിനിസ്ട്രേഷൻ കരിക്കുലം, സിസ്റ്റം അനാലിസിസ് മോഡൽ, ഗ്രാസ് റൂട്ട് മോഡൽ. ഗ്രാസ് റൂട്ട് മോഡൽ എന്ന് പറയുന്ന കരിക്കുലത്തിലാണ് ഒരു ടീച്ചറിന് മാക്സിമം ഓട്ടോണോമി എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. Teacher intervention strategy in which students alternative between the role of a tutor and a tutee. Reciprocal peer tutoring. നമുക്ക് ആ ക്വസ്റ്റനിൽ നിന്ന് തന്നെ അണ്ടർസ്റ്റുഡ് ആണ്. അതായത് നമ്മൾ പഠിക്കുന്ന ബേസിക് റിക്വയർമെന്റ്സിന്റെ കൂടെ തന്നെ ഇതുമായി കണക്ട് ചെയ്ത് വരുന്ന കുറച്ചുകൂടെ ഡീപ്പ് ആയിട്ടുള്ള അനാലിസിസ് വേണം HSST പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആണ്. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിനും 5 മാർക്സ് ആണ് ഉള്ളത്. എന്താണ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിന്റെ മീനിങ് ഒക്കെ വരിക? റിസർച്ച് എന്ന് പറയുന്നത് തന്നെ റീസെർച്ച് സംതിങ്, ഉള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യത്തിനെ കുറിച്ച് നമ്മൾ വീണ്ടും ഒരു എൻക്വയറി നടത്തുന്നതാണ് റിസർച്ച് എന്ന് പറയുന്നത്. നമ്മൾ എക്സിസ്റ്റിംഗ് ഡേറ്റയെ കുറിച്ച് നമ്മൾ വീണ്ടും വീണ്ടും സയന്റിഫിക് ആയിട്ട് അന്വേഷിക്കുന്ന രീതിയാണ് റിസർച്ച് എന്ന് പറയുന്നത്. ആൻഡ് റിസർച്ചിന്റെ ഒബ്ജക്റ്റീവ്സ് നോക്കുവാണെങ്കിൽ പുതിയ തിയറീസ് ഫോർമുലേറ്റ് ചെയ്യാൻ, സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തിനെ അനലൈസ് ചെയ്യാനായിട്ട്, ഫാക്ട്സിനെ വെരിഫൈ ചെയ്യാനായിട്ട്, ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യാനായിട്ട്, റെമഡീസ്, പ്രോബ്ലംസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട്, ഇതൊക്കെയാണ് റിസർച്ചിന്റെ ഒബ്ജക്റ്റീവ് ആയിട്ട് മാറുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോളണം, ഈ റിസർച്ച് ഒബ്ജക്റ്റീവ്സിൽ ടെസ്റ്റ് ഹൈപ്പോത്തസിസ് ഒരു റിസർച്ച് ഒബ്ജക്റ്റീവ് ആണ്. അപ്പൊ നമുക്ക് എക്സാമിന് ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യാനുള്ള കുറെ മെത്തേഡ്സും കാര്യങ്ങളുടെ ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞ HSST പരീക്ഷയിൽ നമ്മൾ കണ്ടതാണ്. ടൈപ്സ് ഓഫ് റിസർച്ച് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഇതിനെക്കുറിച്ച് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. എംപിറിക്കൽ റിസർച്ച്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്, അനലിറ്റിക്കൽ റിസർച്ച്, അപ്ലൈഡ് റിസർച്ച്, ഫണ്ടമെന്റൽ റിസർച്ച്, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്, ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ഇതൊക്കെ ടൈപ്സ് ഓഫ് റിസർച്ച് ആണ്. ഓരോന്നിന്റെ ഫീച്ചേഴ്സും ഓരോന്നിനെ കുറിച്ചുള്ള അറിവും നിങ്ങൾക്ക് ഉപകാരപ്പെടും. മെത്തേഡ്സ് ഓഫ് റിസർച്ച് കുറേ മെത്തേഡ്സ് ഉണ്ട്. ഹിസ്റ്റോറിക്കൽ മെത്തേഡ്സ്, സർവേ മെത്തേഡ്, ക്വസ്റ്റ്യനർ മെത്തേഡ്, ആക്ഷൻ മെത്തേഡ്, അതുപോലെ കാഷ്വൽ കമ്പാരിറ്റീവ് മെത്തേഡ്, സിംഗിൾ സബ്ജക്ട് മെത്തേഡ്, ക്വാസി എക്സ്പെരിമെന്റൽ മെത്തേഡ്. ഇതിനെ കുറിച്ച് എല്ലാം നിങ്ങൾ അറിഞ്ഞിട്ട് വേണം പോകാനായിട്ട്. അത് നമുക്ക് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാവും ഞാൻ ഈ പറയുന്നത് വെറുതെ അല്ല എന്ന്. റിസർച്ച് എത്തിക്സ്. റിസർച്ചിന്റെ സമയത്ത് നമ്മൾ പ്രൊഫഷണലി മെയിൻറ്റെയിൻ ചെയ്യേണ്ട കുറച്ച് എത്തിക്സ് ഉണ്ട്. നമ്മൾ ഭയങ്കര ഓണസ്റ്റ് ആയിരിക്കണം, ഒബ്ജക്റ്റീവ് ആയിരിക്കണം, എഫിഷ്യൻസി ഉണ്ടായിരിക്കണം, നമ്മുടെ ഡേറ്റാസിൽ ഭയങ്കര അക്യുറേറ്റ് ആയിരിക്കണം. അതായത് നമുക്ക് ഇതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. Which is a statistical technique used to control extraneous variable in experimental research? നമ്മൾ ടൈപ്പ് ഓഫ് റിസർച്ചിൽ കണ്ടതാണ് എക്സ്പെരിമെന്റൽ റിസർച്ച്. അപ്പൊ നമ്മൾ അതിന്റെ കുറച്ച് ടെക്നിക്സും കൂടി നമ്മൾ നോക്കിയിട്ട് വേണം പോവാനായിട്ട്. അൻകോവ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക്. Coherent studies are related with longitudinal survey research design. Grounded theory approach in research utilizes inductive method. In hypothesis testing, type 1 error is a false positive conclusion. Combat alpha is a reliability index. നമുക്ക് മനസ്സിലായല്ലേ? അതായത് സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ അപ്പുറം തന്നെ ഓരോ ടോപ്പിക്സിന്റെയും ഇൻഡെപ്ത് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. സോ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ തന്നിട്ടുള്ള ബേസിക് നോട്ട്സ്, അതായത് എന്താണ് റിസർച്ച്, ടൈപ്പ് ഓഫ് റിസർച്ച് ഒക്കെ ഞാൻ പറഞ്ഞു, അതിന്റെ കൂടെ തന്നെ നിങ്ങൾ അതിന്റെ ഒരു ഇൻഡെപ്ത് അനാലിസിസും കൂടി നടത്തിയിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്.
താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ റിവിഷൻ വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കട്ടെ. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൻ്റെയും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെയും എല്ലാ ടോപ്പിക്സും നോക്കണം. പക്ഷെ ഒരു സർഫസ് ലെവൽ വാട്ട് ഈസ് ദിസ്, വാട്ട് ഈസ് ദാറ്റ് എന്ന് പറയുന്ന രീതിക്ക് മാത്രമല്ല, വൈ എന്ന് നോക്കിയിട്ട്, അല്ലെങ്കിൽ വൈ ദിസ്, അല്ലെങ്കിൽ വാട്ട് ഈസ് അനോവ, അല്ലെങ്കിൽ വാട്ട് ഈസ് അൻകോവ, എന്തൊക്കെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സിനെ കുറിച്ച് നോക്കാണ്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് പോകരുത്. അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആണ് ആ സെക്ഷൻസ്. അപ്പോൾ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്.